السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. കടലിൽ കച്ചവടം ചെയ്യുന്നത്, അതായത് കടൽ യാത്രയൊക്കെ ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും അത്തിജാറത്തി ഫിൽ ബഹരി. മത്തർ പറയുന്നു അതിൽ കുറ്റമൊന്നും ഇല്ല. അതിനെപ്പറ്റി അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് സത്യം മാത്രമാകുന്നു. എന്നിട്ട് മത്തർ ഇത് ഓതി. നിങ്ങൾ കാണുന്നില്ലേ കപ്പലുകൾ അതിലൂടെ ഉഴുതുമറിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. അതായത് കപ്പൽ പോകുമ്പോൾ വെള്ളം കീറി മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും തേടാം. അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് നേടുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. കപ്പലിലൂടെയും കച്ചവടം ചെയ്യാം. 16-ാമത്തെ സൂറത്ത് 14-ാമത്തെ ആയത്ത്. وقال مطر لا بأس به وما ذكره الله في القرآن إلا بحقه ثم تلا وترى الفلك مواخر فيه ولتبتغوا من فضله. ഫാത്തിർ 12. ഹദീസിൽ 12 ആയത്തെന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ശരിക്കും 14-ാമത്തെ ആയത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനി ഇസ്രായേലിൽ നിന്നുള്ള ഒരാളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അയാൾ കടലിലൂടെ യാത്ര ചെയ്തു, എന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു. എന്നിട്ട് ആ കഥ മുഴുവൻ അദ്ദേഹം വിശദീകരിച്ചു. ഇത് ഹദീസ് 2291-ാമത്തെ ഹദീസിൽ വരുന്നുണ്ട് ആവർത്തിച്ച്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാം. عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم أنه ذكر رجلا من بني إسرائيل خرج في البحر فقضى حاجته وساق الحديث. അങ്ങനെ അവർ എന്തെങ്കിലും കച്ചവട സാധനങ്ങളോ അല്ലെങ്കിൽ നേരം പോക്കോ കാണുമ്പോൾ അവർ അതിലേക്ക് തലയും കുത്തി ഓടിപ്പോകുന്നു. 62-ാമത്തെ സൂറത്ത് 11-ാമത്തെ ആയത്ത്. അൽ-ജുമുഅ 11. അല്ലാഹു തആലയുടെ വചനം, ചില ആളുകൾ അവരെ കച്ചവടമോ അല്ലെങ്കിൽ വ്യാപാരമോ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് തടയുകയില്ല. അപ്പോൾ അതൊന്നും അവർക്ക് ബാധകമേ അല്ല. 24-ാമത്തെ സൂറത്ത് 37-ാമത്തെ ആയത്ത്. ഇതൊക്കെ നമ്മൾ കണ്ട ഹദീസുകൾ തന്നെയാണ്. ആവർത്തനം. വഖൗലുഹു റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അന്നൂർ 37. ഖതാദ പറയുന്നു, ആളുകൾ കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ അള്ളാഹുവിനോടുള്ള എന്തെങ്കിലും ബാധ്യതകൾ, അതായത് നിസ്കാരം, നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സമയമായാൽ കച്ചവടമോ വ്യാപാരമോ അവരെ അതിൽ നിന്നും തിരിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ തടയുമായിരുന്നില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്. പക്ഷേ അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും നിറവേറ്റുമായിരുന്നു. വഖാല ഖതാദത്തു കാനൽ ഖൗമു യത്തജിറൂന വലാകിന്നഹും കാനു ഇദാ നാബഹും ഹഖ്ഖു മിൻ ഹുഖൂഖില്ലാഹി ലം തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് ഹത്താ യുഅദ്ദൂഹു ഇലല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു കാഫില, ഒട്ടകക്കൂട്ടം മദീനയിലേക്ക് വന്നു. ഞങ്ങൾ ജുമാ നമസ്കാരത്തിൻ്റെ സ്ഥലത്ത് ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. ആളുകൾ അത് ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് പോയി ഒട്ടകക്കൂട്ടങ്ങളുടെ അടുത്തേക്ക്. വെറും 12 പേര് മാത്രമാണ് പോവാതെ അവിടെ പള്ളിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വചനം അവതരിച്ചു. അങ്ങനെ അവർ എന്തെങ്കിലും കച്ചവടമോ അല്ലെങ്കിൽ നേരം പോക്കോ കാണുമ്പോൾ അതിലേക്ക് തലയും കുത്തി അല്ലെങ്കിൽ അതിലേക്ക് നേരിട്ട് പോകുന്നു. മറ്റുള്ളവർക്ക് വിട്ട് വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് താങ്കളെ അവർ അവിടെ നിൽക്കാൻ വിടുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബ കൊടുക്കുന്ന രംഗമാണ് ഈ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ എഴുന്നേറ്റ് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സഹാബികളാണ്, അവർ തെറ്റ് ചെയ്യാനുള്ള സാധ്യത തീരെ കുറവാണ്, ജുമയുടെ നിയമങ്ങൾ വന്നിട്ടുണ്ടാവില്ല എന്നാണ് പൊതുവെ ഇമാമിങ്ങളുടെ വിശദീകരണം. 62-ാമത്തെ സൂറത്ത് 11-ാമത്തെ ആയത്ത്. عن جابر رضي الله عنه قال قبلت غير ونحن نصلي مع النبي صلى الله عليه وسلم الجمعة فانقض الناس إلا 12 رجلا فنزلت هذه الآية وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائمة. الجمعة 11. അള്ളാഹുവിൻ്റെ വചനം, നിങ്ങൾ നേടിയ അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച നല്ലത് ചിലവഴിക്കുക. 2-ാമത്തെ സൂറത്ത് 267-ാമത്തെ ആയത്ത്.
ആയത്ത് ഖൗലുഹു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും അൽ-ബഖറ 267. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു സ്ത്രീ അവരുടെ വീട്ടിലുള്ള ആഹാരം നശിപ്പിച്ച് കളയാതെ, ആഹാരം കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് എടുത്ത് എറിഞ്ഞു കളയാതെ അത് ദാനമായി കൊടുത്താൽ, ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആഹാരം, അതായത് ദുർവ്യയം അല്ലെങ്കിൽ അമിത വ്യയം അല്ലെങ്കിൽ സ്റ്റൈല് കാണിക്കാതെ നശിപ്പിച്ച് കളയാതെ അത് ദാനമായി ആർക്കെങ്കിലും കൊടുത്താൽ അത് കൊടുക്കുന്നതിന് അവൾക്ക് കൂലി കിട്ടും, അവരുടെ ഭർത്താവിനും കൂലി കിട്ടും. കാരണം അവനാണ് അത് സമ്പാദിച്ച് കൊണ്ടുവന്നത്. കച്ചവടക്കാരൻ, അവിടുത്തെ പലചരക്കടക്കാരനും കൂലി കിട്ടും, അതേ തുല്യമായ കൂലി. കാരണം അയാളാണ് അത് കൊണ്ടുവന്ന് വെച്ച് വിറ്റ് ഇവർക്ക് എത്തിച്ചു കൊടുത്തത്. ഇതുകൊണ്ടൊന്നും ഒരാളുടെയും കൂലി കുറയുകയില്ല. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടാനുള്ളത്, ഇപ്പോൾ 3 പേർക്കും കൂലി കിട്ടും. ആകെ ഒരു ദാനമാണ് കൊടുത്തത്, പക്ഷെ 3 പേർക്കും കൂലി കിട്ടും. അവരുടെ ആരുടെയും കൂലി കുറയാനൊന്നും പോകുന്നില്ല, മറ്റുള്ളവരുടെ കൂലി കാരണം. عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم إذا أنفقت المرأة من طعام بيتها غير مفسدة كان لها أجرها بما أنفقت ولزوجها بما كسب وللخازن مثل ذلك لا ينقص بعضهم أجر بعض شيئا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ എന്തെങ്കിലും കൊടുത്താൽ, ദാനമാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഭർത്താവിൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് കൊടുക്കുന്നത്, അവൻ്റെ അനുവാദം ഇല്ലാതെയാണ് കൊടുക്കുന്നത് എങ്കിൽ അവൾക്ക് പകുതി കൂലി കിട്ടും. അപ്പോൾ ഭർത്താവിൻ്റെ പൈസ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെയാണ്, ഭാര്യയുടെ പൈസ ഭാര്യയുടെയാണ്. അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് എടുക്കാൻ അനുവാദം ഇല്ല, പക്ഷേ എടുത്താൽ കുറ്റമില്ല, കൂലി പകുതിയായി പോകും. അനുവാദത്തോടു കൂടിയാണ് കൊടുത്തിരുന്നുവെങ്കിൽ ഫുള്ള് കൂലി കിട്ടുമായിരുന്നു സദഖയുടെ. സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അൻഫഖത്തിൽ മർഅതു മിൻ കസ്ബി സൗജിഹാ അൻ ഗൈരി അംരിഹി ഫലഹാ നിസ്ഫു അജ്രിഹി. ആരെങ്കിലും അവരുടെ ഉപജീവനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ, അതായത് ഉള്ള ശമ്പളം, ജോലി, കാശ്, വീട്, പറമ്പ്, കാറ്, ഇങ്ങനെ നമ്മുടെ അറിവ്, ഇൽമ്, ആരോഗ്യം എല്ലാം, നമുക്കുള്ള എല്ലാം ആണ് ഈ റിസ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൻ അഹബ്ബൽ ബസ്ത ഫിർ റിസ്ഖി, അത് വർദ്ധിപ്പിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ കേട്ടു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആരെങ്കിലും അവൻ്റെ റിസ്ഖ് അല്ലെങ്കിൽ ഉപജീവന മാർഗം വർദ്ധിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അവൻ്റെ ആയുസ് വർദ്ധിപ്പിക്കണം എന്ന് ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ ബന്ധുമിത്രാദികളോട് ബന്ധം പുലർത്തിക്കൊള്ളട്ടെ. അപ്പോൾ അടുത്ത ബന്ധുക്കളോടൊക്കെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ റിസ്ക് വർദ്ധിക്കും, ആയുസ്സും വർദ്ധിക്കും. നമ്മൾ പൊതുവെ എല്ലായിടത്തും പറയാറുള്ളതാണ്, എല്ലാം എഴുതി വച്ചിരിക്കുന്നതാണെന്ന്. റിസ്ക്കും എഴുതി വച്ചിരിക്കുന്നതാണ്, ആയുസ്സും എഴുതി വച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ ഹദീസിലൂടെ പറയാണ്, അതുപോലും നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാര ധാന്യങ്ങൾ, ഗോതമ്പോ ബാർലിയോ എന്തെങ്കിലും അന്നുള്ള എന്തോ ഒരു സാധനം കടമായി മേടിച്ചിട്ടുണ്ട്. ഷിറാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നസീഅത്തി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാര ധാന്യങ്ങൾ ഒരു യഹൂദിയിൽ നിന്ന് കടമായി വാങ്ങിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് പടച്ചട്ട അവിടെ പണയം വെച്ചിട്ടാണ് അത് മേടിച്ചത്. അപ്പോൾ വെറുതെ പോയി പൈസ പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് മേടിക്കുകയല്ല, അതിന് തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ വിലയുള്ള ഒരു സാധനം അവിടെ വച്ചിട്ട്, ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വാച്ചോ എന്തെങ്കിലുമൊക്കെ അവിടെ വച്ചിട്ട് നമുക്ക് കടം മേടിക്കാം. വെറുതെ കടം മേടിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മുമ്പോട്ട് കൂടുതൽ ഹദീസുകളുണ്ടോ എന്ന് നോക്കാം. أن عائشة رضي الله عنها أن النبي صلى الله عليه وسلم اشترى طعاما من يهودي إلى أجل وزهنه درعا من حديد. ഖതാദ വിശദീകരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. കയ്യിൽ ബാർലി റൊട്ടി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നെയ്യും ഉരുക്കി ചേർത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ അലിയിച്ച് ചേർത്തുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പടച്ചട്ട മദീനയിലുള്ള ഒരു യഹൂദിയുടെ അടുത്ത് പണയം വച്ചിട്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടി കുറച്ച് ബാർലി വാങ്ങിയിരുന്നു. അനസ് അദ്ദേഹം പറയുന്നത് കേട്ടു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അതായത് മൊത്തം ഭാര്യമാരും അവരുടെ വീടുകളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലാഹു അലം, അവിടെ എങ്ങും ഒരു സാഴ് ഗോതമ്പോ അല്ലെങ്കിൽ ആഹാരധാന്യമോ അവരുടെ
അത്താഴത്തിന് വേണ്ടിയിട്ട്, രാത്രിയിലുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 9 ഭാര്യമാരുണ്ടായിരുന്നു ആ സമയത്ത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചെലവിന് കൊടുക്കാൻ. ഇത് വിശദമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് 2508 ഹദീസിൽ. അൻ ഖതാദത അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു മശാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖുബ്സി ശഈരിൻ വ ഇഖാലത്തിൻ സനിഖത്തിൻ വലഖദ് റഹന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിറാൻ ലഹു ബിൽ മദീനത്തി ഇൻദ യഹൂദി വ അഖദ മിൻഹു ശഈരൻ ലിഅഹ്ലിഹി വലഖദ് സമഅതു യഖൂലു മാ അംസ ഇൻദ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഉ ബുർരി വല സാഉ ഹബ്ബിൻ വ ഇന്ന ഇൻദഹു ലതിസ നിസ്വത്തിൻ. ഒരു ആളുടെ ശാരീരിക ജോലി, കൂലിപ്പണി എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള പണിയും ആള് സമ്പാദിക്കുന്നതും. കസ്ബിർ റജുലി വഅമലിഹി ബിയദിഹി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് ഖലീഫ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകൾക്ക് അറിയാം എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ പര്യാപ്തമല്ലാത്തതായിരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള ചെലവിനുള്ള പൈസ ഞാൻ സമ്പാദിക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എൻ്റെ ഒരു നല്ല തൊഴിലായിരുന്നു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ വക്കീലും ഡോക്ടറും ഒക്കെ മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ പറയുമല്ലോ, ഞാൻ അത്യാവശ്യം മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുകൊണ്ട് ഞാൻ പട്ടിണിയാണെന്ന്. ഇപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അവർക്ക് വേറെ ജോലിക്ക് പോകാനും പറ്റില്ല, 100 കൂട്ടം ഗവൺമെൻറ് കാര്യങ്ങളുണ്ടാവും, പണിയുണ്ടാവും, ശമ്പളം ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ ആളാണ് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫ ആയപ്പോൾ ആദ്യത്തെ ഭരണാധികാരിയാണ് റസൂലിന് ശേഷം. അപ്പോൾ ചിലവിനുള്ള പൈസയൊന്നുമില്ല, ശമ്പളം ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ നേരത്തെയുള്ള തൊഴിൽ എൻ്റെ കുടുംബത്തിന് നോക്കാൻ പര്യാപ്തമല്ലാതിരുന്നിട്ടില്ല. നല്ല തൊട്ടതെല്ലാം പെണ്ണാക്കുന്ന വലിയ കഴിവുള്ള കച്ചവടക്കാരനാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ മുസ്ലിം സമുദായത്തിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എൻ്റെ കുടുംബം ഖജനാവിൽ നിന്ന്, മുസ്ലിങ്ങളുടെ ദേശീയ ഖജനാവിൽ നിന്ന് എടുത്ത് കഴിക്കും. അപ്പം ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു തൊഴിൽ ഞാൻ സ്വീകരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എനിക്ക് ശമ്പളം തരണം, ഞാൻ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ജോലിയായിട്ട് കൂട്ടണം, എൻ്റെ കുടുംബത്തിന് ചിലവുള്ള പൈസ നിങ്ങൾ തരണം ശമ്പളമായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശമ്പളം പരിപാടി ഇസ്ലാമിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോഴാണ്. അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു, അതായത് സക്കാത്ത് പിരിക്കാൻ പോകുന്നവർക്ക് അവരുടേതായ എന്താണ്ട് ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഖലീഫ അലി ഭരണാധികാരികൾക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല. അന്ന ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് ലമ്മസ്തുഖ്ലിഫ അബൂ ബക്കർ സിദ്ദീഖി ഖാല ലഖദ് അലിമ ഖൗമി അന്ന ഹിർഫതി ലം തകുൻ തജിസു അൻ മുഅ്മിനതി അഹ്ലി വശുഗിൽതു ബിഅംരിൽ മുസ്ലിമീൻ ഫസയഅകുലു ആലു അബീ ബക്കറിൻ മിൻ ഹാദൽ മാല വയഹ്തരിഫ ലിൽ മുസ്ലിമീന ഫീ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികൾ, അതായത് സഹാബാക്കൾ, അവർ കൂലിപ്പണി എടുക്കാറുണ്ടായിരുന്നു. അവരെ അതുകൊണ്ട് വേർപ്പ് നാറുമായിരുന്നു. അപ്പോൾ അവരോട് കുളിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സാധാ കൂലിപ്പണിക്കാരാണ് ഈ സഹാബാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായി ഉദ്ദേശിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. قالت عائشة رضي الله عنها كان أصحاب رسول الله صلى الله عليه وسلم عمال أنفسهم فكان يكون لهم أرواح فقيل لهم لو اغتسلتم. المقدام رضي الله عنه വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരും ഇന്നുവരെ ഇതിലും നല്ലൊരു ആഹാരം കഴിച്ചിട്ടില്ല. ഒരാൾ അയാളുടെ കൈകൊണ്ട് സ്വയം ജോലി ചെയ്ത് സമ്പാദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ അപ്പോൾ പണിയെടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ആഹാരം. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹം കൂലിപ്പണി അല്ലെങ്കിൽ ശാരീരികമായ ബലം പ്രയോഗിക്കുന്ന പണികൾ ചെയ്ത് കിട്ടുന്നതിൽ നിന്നും ആയിരുന്നു ആഹാരം ഉണ്ടാക്കി കഴിച്ചിരുന്നത്. അനിൽ മിഖ്ദാമി റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി വ ഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാമു കാന യഅകുലു മിൻ അമലി യദിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പ്രവാചകനായ ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നല്ലാതെ ആഹാരം കഴിച്ചിട്ടേ ഇല്ല. അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയൊരു രാജാവാണ് ഈ പറയുന്നത്. ഖജനാവിൽ നിന്നെടുത്ത് തിന്നിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമേ അദ്ദേഹം ആഹാരം കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു.
ഹദ്ദസന അബൂ ഹുറൈറത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ദാവൂദൻ നബിയ്യ അലൈഹിസ്സലാമു കാന ലാ യഅകുലു ഇല്ലാ മൻ അമലി യദിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സംശയമേ ഇല്ല, ഏതൊരാൾക്കും കുറച്ച് മരം വെട്ടി ഒരു കെട്ടുണ്ടാക്കി അതവൻ്റെ മുതുകിൽ അല്ലെങ്കിൽ പുറത്ത് അതിൽ തലയിൽ ചുമന്നു കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്നതാണ് മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത്. ചോദിച്ചാൽ അവൻ തരുകയോ തരാതിരിക്കുകയോ ചെയ്യാം. അതായത് സദഖ അല്ലെങ്കിൽ പിച്ചെടുക്കുക എന്ന് നമുക്ക് പറയാം. അത് ചെയ്യുന്നതിൽ നല്ലത് കുറച്ച് വിറക് വെട്ടി കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്നതാണ്. ഇത് വീണ്ടും 2374 ഹദീസിൽ ആവർത്തിക്കുന്നുണ്ട്. അന്നഹു സമിഅ അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അൻ യഹ്തതിബ അഹദുകും ഹുസ്മത്തുൻ അലാ ളഹ്രിഹി ഖൈറും മിൻ അൻ യസ്അല അഹദൻ ഫയുഅതിയഹു ഔ യംനഹു. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.